ഹേമചന്ദ്രൻ കൊലക്കേസിൽ പിടിയിലായ പ്രതികളുടെ മൊഴിയെടുത്ത പോലീസ്. കൊല നടത്തിയത് സുൽത്താൻ ബത്തേരിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച്. ഹേമചന്ദ്രനെ വീട്ടിലെത്തിച്ചത് ആൾ താമസമില്ലാത്തതിനാൽ. പണം തിരികെ കിട്ടാൻ മർദ്ദിച്ചുവെന്നും പ്രതികളുടെ മൊഴി. പരിക്കുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക നിഗമനം. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. മുഖ്യപ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചേക്കും. കൊച്ചിയിൽ DJ പാർട്ടിക്കിടെ സംഘർഷം. യുവതി യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചു. സംഭവം കൊച്ചി ഇടശ്ശേരി ബാറിൽ. ആക്രമണം മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച് പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ. സംഘർഷം സിനിമാ താരങ്ങൾ പങ്കെടുത്ത പാർട്ടിയിൽ. ഒരാൾ കസ്റ്റഡിയിൽ. സംസ്ഥാന DGP നിയമനത്തിൽ നിയമോപദേശം തേടി സർക്കാർ. ഇൻചാർജ് DGP നിയമനം ഉണ്ടാകില്ല. നിയമനം നിയമവിരുദ്ധത്തിന് വഴിവെക്കുമെന്ന വിലയിരുത്തൽ. നിലവിലെ പട്ടികയിൽ നിന്ന് മാത്രം നിയമനമെന്നും സൂചന. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി അന്വേഷിക്കാൻ 4 അംഗ സമിതിയെ നിയോഗിക്കും. നീക്കം യൂറോളജി വകുപ്പ് മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ. തിരിച്ചടിയാകുക സ്റ്റോക്ക് പുതുക്കലിലെ കാലതാമസം. കുടിശ്ശിക തീർക്കാൻ മന്ദഗതിയിലെന്നും ആക്ഷേപം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. തൃശൂർ എരുമപ്പെട്ടിയിൽ കനത്ത മഴയിൽ 2 വീടുകൾ തകർന്നു. മുന്നറിയിപ്പുകൾ പുറപ്പെടുവിപ്പിച്ച് കാലാവസ്ഥാ വകുപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കും. 10 മണിയോടെ ഷട്ടർ തുറക്കുമെന്ന് തമിഴ്നാട്. ജലനിരപ്പ് 136.10 അടിയായി. തുറന്നുവിടുക 1000 ഘനയടി വെള്ളം. ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ. പാകിസ്ഥാനിൽ ഭൂചലനം. പ്രഭവ കേന്ദ്രം മധ്യ പാകിസ്ഥാനിലെ മുൾട്ടാനിൽ. റിക്ടർ സ്കെയിൽ 5.5 രേഖപ്പെടുത്തി. ആളപായമില്ലെന്ന് പ്രാഥമിക നിഗമനം.